ഇതെന്താ കണ്ണേട്ടാ എന്നെ ആദ്യമായിട്ട് കാണും പോലെ നോക്കുന്നേ? എന്താടി നിന്റെ ഉദ്ദേശം? സത്യം പറഞ്ഞോ? എന്തുദ്ദേശം? നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നേ? ദേ, വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേര്. എന്ത് കളയാൻ? ഇത് കൊള്ളാം. മാങ്ങ വീണത് എന്റെ തലയിലാണേലും മൊത്തത്തിൽ കിളി പോയിരിക്കുന്ന നിങ്ങളുടെയാണല്ലോ. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. പിന്നെ മേലെ ഇനി എന്റെ അനുവാദം ഇല്ലാതെ ഈ റൂമിൽ വന്നു പോയേക്കരുത്. എന്തോ നോക്കി നിൽക്കുക? നിന്നോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ? ഇറങ്ങി പോടി. അങ്ങേരെ ഒരു ഉണക്ക റൂമോ കൊണ്ട് പൊഴിഞ്ഞു പിന്നെ. ഇതെന്താ രണ്ടാളും വഴക്കിട്ടോ? അതിന് ഇത് രണ്ടും എന്തെങ്കിലും ഒന്നും മര്യാദക്ക് മിണ്ടിയിട്ടുണ്ടോ? എപ്പോഴും വഴക്കല്ലേ? അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? ആഹാ, ഇതെന്താ നിന്റെ മുഖത്ത് വല്ല കടന്നലും കുത്തിയോ? ആ, ഒരു കടന്നല് കുത്തി. എന്താടാ അമ്മു, എന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല ചേച്ചി. അല്ലമ്മ, നമ്മൾ എപ്പോഴാ ഡ്രസ് എടുക്കാൻ പോന്നേ? അതിന് ഓണത്തിന് ഇനി ഒരു 5-6 ദിവസം കൂടെ ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും പോയി ഡ്രസ് എടുക്കും. അതിനു മുമ്പേ ഇവിടെ ചെയ്തു തീർക്കാൻ ഇഷ്ടം പോലെ പണിയുണ്ട്. ഒരുങ്ങി ചമഞ്ഞിരുന്നാ പോരാ. ഓ, ചോദിച്ചതേ ഉള്ളൂ. ഓ, ഏത് നേരത്താണോ ഇതൊക്കെ ചോദിക്കാൻ പോയെ? ഇവിടെന്താ എല്ലാരും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുവാണല്ലോ. ഓ, അതൊന്നുമില്ല കണ്ണാ. അമ്മൂന് ഇപ്പൊ തന്നെ ഡ്രസ് എടുക്കാൻ പോണോന്ന് ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞതാ. ഞാൻ അങ്ങനെയാണോ അമ്മ പറഞ്ഞത്? അല്ല, നീ പറഞ്ഞു വന്നത് അതുപോലെയാണല്ലോ. വെറുതെ ഒന്നും പറയണ്ട. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. അതിനുള്ള മറുപടിയും തന്നല്ലോ. ഇവക്ക് ഇതെന്ത് പറ്റി? ആർക്കറിയാം, ഇരിക്കുന്ന ഇരിപ്പില പെണ്ണിന്റെ സ്വഭാവം മാറുന്നത്. ദേ കണ്ണാ, നീ ഇതൊന്ന് കഴിച്ചു നോക്കിയേ. കൊള്ളാം അമ്മ. ഞങ്ങള് പോകുമ്പോ കുറച്ച് തന്ന വിട്ടേക്കണേ. അത് പിന്നെ നിങ്ങക്ക് തരാണ്ടിരിക്കുവോ? നിങ്ങൾക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ചില കള്ളികളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നിരിക്കും. കൂടുതൽ പറഞ്ഞോണ്ട് വന്ന എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് കൊള്ളാലോ. അത് ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ വല്ല കള്ളികൾ അടിച്ചോണ്ട് പോകുന്നേ പറഞ്ഞോളൂ. നീ എന്താ കള്ളിയാണോ? കള്ളി നിന്റെ മറ്റവള്, ഞാനല്ല. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോ അവളുടെ വായിന്ന് നല്ലതൊന്നും വീഴൂലെന്ന് നിനക്കറിയാലോ. ഇതൊക്കെ ഒരു രസമല്ലേ അപ്പച്ചി? അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നല്ല രസമാ. ആഹാ, ഇവിടെ ഇരിക്കുവാണോ അച്ഛന്റെ പൊന്ന്? ഇതെന്താ പറ്റി? മുഖത്തൊരു തെളിച്ചോ ഇല്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. അച്ഛനൊന്ന് പോയേ. അത് കള്ളം. അച്ഛന്റെ പൊന്നിന്റെ മുഖം മാറിയ അച്ഛൻ അറിഞ്ഞൂടെ? എന്താണ് പൊന്നെ, എന്ത് പറ്റി? അവള് വല്ലതും പറഞ്ഞോ? അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെന്താ എന്റെ പൊന്നിന് പറ്റിയത്? അച്ഛനോട് പറ. അത് അച്ഛൻ എനിക്കൊരു വലിയ കണ്ണാടി വാങ്ങി തരണം. വലിയ കണ്ണാടിയോ? അതെ, വലിയ കണ്ണാടി. ഇതിപ്പോ എന്തിനാ വലിയ കണ്ണാടി? എനിക്ക് വേണം. അച്ഛന് വാങ്ങി തരാൻ പറ്റുമോ ഇല്ലയോ? പറ്റാതിരിക്കാൻ എന്താ, അച്ഛൻ വാങ്ങി തരാലോ. അച്ഛ, വട്ടത്തിലുള്ള കണ്ണാടി വേണേ. വട്ടത്തിലെയോ ചതുരത്തിലെയോ ഏത് വേണേലും വാങ്ങിത്തരാം. അച്ഛന്റെ പോലെ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, അത് മതി. എന്താണ് അപ്പന് മോളോട് ഒരു രഹസ്യം പറച്ചിൽ? അതൊന്നുമില്ല. അച്ഛ, അമ്മയോട് പറയണ്ട കേട്ടോ.
നിക്കടി അവിടെ. എന്താ? ഓ വെറുതെ നിന്നെ ഒന്ന് കാണാൻ. ഓഹോ, എന്നെ എന്തിനാ ഇയാള് കാണുന്നേ? അത് ഞാൻ ഇതുവരെയായിട്ടും ഒരു പൂതനെ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടു. കൊള്ളാം, ഒരു ചന്തമൊക്കെ ഉണ്ട്. ഓഹോ, ഞാനും ഇതുവരെയായിട്ട് ഒരു ചെകുത്താനെ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടു. ഒരു ചന്തവും ഇല്ല കേട്ടോ. സ്വഭാവമാണെങ്കിൽ കേട്ടറിവിനേക്കാൾ വളരെ മോശവും. ഇടിച്ചു പറയുമ്പോഴും നീ എനിക്ക് തിളക്കമാണല്ലേ? അയ്യോ, ചേട്ടൻ അങ്ങനെ തോന്നിയോ? ആ തോന്നി. എങ്കി എന്റെ പൊന്നുമോൻ അങ്ങ് സഹിച്ച കേട്ടാ. മാറി നിക്കട അങ്ങോട്ട്, നമുക്ക് കിന്നരിക്കാൻ വന്നിരിക്കുന്നു. നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ടടി കാന്താരി. അല്ല പിള്ളാരെ, നിങ്ങൾ വന്നിട്ട് ക്ഷേത്രത്തിലൊന്നും പോയില്ലല്ലോ. നാളെ രാവിലെ 4 പേരും കൂടെ പോയിട്ട് വാ. അത് ഞാനും അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. കല്ലു ആണെങ്കിലും ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരുപാട് നാളായി. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മ? എനിക്കൊന്ന് പയ്യ പോവാൻ. ദേ ചെക്ക, നീ വാങ്ങും കേട്ടോ. നാടും വീടും മാറി നിന്നപ്പോ അവന്റെ സ്വഭാവം മാറിയ കണ്ടില്ലേ? അത് 4 നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാ. നീ പോടി കോലിമുട്ടായി. നീ പോടാ ഉണ്ണിയപ്പ കൊതിയ. നിനക്ക് ഇതുവരെയായിട്ട് ഈ വിളി നിർത്താറായില്ലേ കല്ലു? എന്റെ വായി നാക്കുള്ളിടത്തോളം കാലം ഞാൻ ഇവനെ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. അതെന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടുമ്പോ മാറിക്കോളും. എങ്കി കല്യാണി ആരാണെന്ന് നല്ലോണം അറിയും. ഓ 2 എണ്ണം ഒന്ന് നിർത്ത്. നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങിയത്? ഉറക്കം കൂടിക്കൂടി അങ്ങാറ് ഓർമ്മയടിച്ചു പോയെന്ന് തോന്നുന്നു. അമ്പലത്തിൽ പോകുന്ന കാര്യം മനുഷ്യ പറഞ്ഞോണ്ടിരുന്നേ. അളിയ, ഇതുപോലെ ഒന്നല്ലേ ഉള്ളൂ. ദേ പിള്ളേരെ, 4 കൂടി നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോക്കോണം. പിന്നെ കല്ലുവിനോടും അമ്മുവിനോടും ഇവന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. കണ്ണു തെറ്റിയ വല്ല വഴക്കിനും പോയി കയറും, പ്രത്യേകിച്ച് അപ്പു. ഓ പിന്നെ എനിക്കതല്ലേ പണി. നീ എന്താ അമ്മ നിന്ന് പെറുപെറുക്കുന്നേ? രാവിലെ മുതലേ ശ്രദ്ധിക്കുവോ? ഒരു കൊട്ടയുണ്ടല്ലോ നിന്റെ മുഖം. എനിക്കൊന്നുമില്ല, അപ്പച്ചിക്ക് വെറുതെ തോന്നിയതാവും. കള്ളം പറയില്ലേ അമ്മുക്കുട്ടി, എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല മാമ, നിങ്ങൾക്കൊക്കെ വെറുതെ തോന്നുന്നതാ. അച്ഛന് വേറെ പണിയില്ലേ? വല്ല ചോക്ലേറ്റോ ബനാന മിൽക്കോ കിട്ടാത്തതിന്റെ അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. എന്തുവാടി നീ സൂക്ഷിച്ചു നോക്കുന്നേ? കുന്തം. ഇവക്ക് ഇതെന്താ പറ്റിയേ? എന്താന്നൊന്നും എനിക്കറിയില്ല. രാവിലെ ഞാൻ ചോദിച്ചപ്പോ അവക്ക് പുതിയൊരു കണ്ണാടി വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. പുതിയ കണ്ണാടിയോ? ഇവിടെയുള്ള എല്ലാ റൂമിലും ഉണ്ടല്ലോ. അതൊന്നും പോരാന്ന്, വലിയ കണ്ണാടി തന്നെ വേണമെന്ന്, അത് വട്ടത്തിലുള്ളത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞായിരിക്കും വാങ്ങിക്കൊടുക്കാന്ന്. അപ്പനും കൊള്ളാം, മോളും കൊള്ളാം. ഓഹോഹോ, അമ്മുക്കുട്ടി ആള് കൊള്ളാലോ. രാവിലെ ഞാൻ വഴക്ക് പറഞ്ഞതിനായിരിക്കും. ഓ, ഇവളുമാരിത് എന്തോടുക്കുക? അമ്പലത്തിൽ പോകുന്നതിന് ഇത്രേ ഒരുങ്ങി കെട്ടണം. പുട്ടി അടിച്ച് വരട്ടെ ഏട്ടാ, അതാ. സരിനി സാ 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 നി സരേ രെ മാമ പാപ നി ദ ബ മ പ നി സരേ നി സരി നി ദ പ നി ദ പ മ ഗ രി മ ഗ സ നി സ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ കനിവായി പൊഴിഞ്ഞു താമണി തേലിയൊന്നു നീയരികേ അന്തിച്ചോപ്പുമായും മാനത്താരു മാരിവെള്ളിൻ തൊങ്ങൽ തോക്കും നിന്റെ ചെല്ലക്കാതിൽ കുഞ്ഞിക്കമ്മലെന്നോണം തങ്ക ും
അല്ല, ആരാ ഇത്? നമ്മുടെ ചിറക്കലെ ആൺകുട്ടിയല്ലേ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഓ എന്റെ ദേവി, ഇനി ഇതുപോലുള്ള സ്വപ്നങ്ങളൊന്നും കാണിച്ചു തരല്ലേ. കൊന്നിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഇങ്ങനെ വലിയ സുന്ദരനാണ്. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഓർമ്മയില്ലാതിരിക്കുവോ? ഞാൻ രുദ്രേട്ടനെ പറ്റി എപ്പോഴും ആലോചിക്കും. എന്താ ഒരു ഗ്ലാമർ! സത്യം പറ രുദ്രേട്ട, എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഇവളിതെന്ത് തേങ്ങ ഈ പറയുന്നേ? ഇവളിതാരോട് ഇത്ര കാര്യമായിട്ട് സൊള്ളുന്നേ? ഏട്ടാ, നിങ്ങൾ ഏട്ടാ ഒരു പായസം വാങ്ങിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. സത്യം പറയാലോ രുദ്രേട്ട, അന്നത്തെ ആ കല്യാണം ഞാൻ മുടക്കിയത് രുദ്രേട്ടന്റെ ഈ സൗന്ദര്യത്തിൽ അസൂയ മൂത്തിട്ട് തന്നെയാ. ഇത്രയും നല്ലൊരു ചെക്കനെ അവക്ക് കിട്ടുന്നത് അവളുടെ ഫ്രണ്ടായി എനിക്ക് സഹിക്കുവോ? അണ്ണാ, ഈ പെണ്ണിന് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ പേടിപ്പിക്കാതെ തെണ്ടി, അല്ലെങ്കിൽ എനിക്കിപ്പോ സമയദോഷമാണെന്നാ ജ്യോത്സ്യം പറഞ്ഞേ. എന്താ രുദ്രേട്ട ആലോചിക്കുന്നേ? എനിക്കറിയാം രുദ്രേട്ടൻ എന്നോട് ദേഷ്യമാണെന്ന്. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ ഇവിടെ എന്ത് ചെയ്യുവാ? കണ്ണേട്ടനെന്റെ കണ്ണ് കാണത്തില്ലേ ഞാൻ അവരോട് സംസാരിക്കുന്നത്? കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്, മതി. അവൾ എന്നോട് സംസാരിക്കാൻ വന്നാണെങ്കിൽ സംസാരിച്ചിട്ടേ പോകൂ. ഓഹോ, ഭീഷണിയാണോ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടാ. എന്തായാലും പണ്ടത്തെ ആ ഓഞ്ഞ ലുക്കൊക്കെ അങ്ങ് മാറിയല്ലോ. ഓ, നീ പിന്നെ പണ്ടേ ഗ്ലാമർ ആയിരുന്നല്ലോ. രണ്ട് മൊത്തങ്ങ കവിളും രണ്ട് നെത്തോലി കണ്ണും. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങി. എന്താ പോത്തെ, ഒന്ന് പോടാപ്പാ. ആദു, നിന്നെ തന്നെയാ. ആദൂട്ടി, ചേട്ടൻ എന്നോട് ഒരു ദേഷ്യമില്ല കേട്ടോ. നമുക്ക് ഇനിയും കാണാം. ഇപ്പൊ ചേട്ടൻ പോവാണേ. എന്താ ഒരു ഇളി? എനിക്ക് ചിരിച്ചൂടെ? എന്തിന്? അതിന്റെ ആവശ്യമില്ലല്ലോ. അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ. ദേ, അവനോട് കൂടുതൽ കിന്നരിക്കാൻ പോയേക്കല്. ഓ, നീ സംസാരിക്ക, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ല, അവനെന്താ അങ്ങനെ പറഞ്ഞത്? നിന്നോടൊരു ദേഷ്യം ഇല്ലെന്ന്. അത് അങ്ങാരെ കല്യാണം മുടക്കിയത് ഞാനല്ലേ? നീയോ? അതെ, ഞാൻ എന്റെ ഫ്രണ്ടിനെ വീട്ടിൽ നിന്ന് ചാടിച്ചു വിട്ടില്ലേ, അവളെ കെട്ടാതിരുന്നതാ ഈ രുദ്രേട്ടൻ. ഓ, നിനക്ക് എന്തിന്റെ തൂക്കാടായിരുന്നു? എന്ത് കുന്തം ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട്. പണ്ട് മുതലേ നമ്മൾ കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടെ, ഇനി അതിന്റെ കൂടെ ഇതും. ഓ പിന്നെ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ വേണമെങ്കിൽ രുദ്രേട്ടന് ഒരു ജീവിതം കൊടുത്തോളാം. ദേ, അമ്പലമുറ്റം ആയിപ്പോയി. അല്ല, കറ നോക്കി ഒരെണ്ണം തന്നേനെ. ഓ പിന്നെ എന്റെ അച്ഛൻ പോലും എന്നെ ഇതിനായിട്ട് തല്ലിയിട്ടില്ല. ആ, അതിന്റെ കുഴപ്പമാ. ഓ പിന്നെ അവിടെ നിന്ന് ചിറുങ്ങാണ്ടിക്കൊണ്ട് വാ പെണ്ണെ. ഇങ്ങോട്ട് താടി കുറച്ച്. അയ്യടാ, ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാ. കല്യാണി, കളിക്കല്ലേ, എനിക്കൂടെ താടി. അതിന് ഇത് ഉണ്ണിയപ്പം അല്ല, പായസമാ, പായസം. വെറുതെ എന്നെ ചൂടാക്കല്ലേ. ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. ഇതിൽ നിന്നൊരു പങ്ക് പോലും തരില്ല. പെണ്ണെ, അമ്പലമുറ്റാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്താ കുട്ടികളെ ഇത്? രണ്ടുപേരും വഴക്കിടുവാ? അത് പിന്നെ മുത്തശ്ശി, അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസത്തിന്റെ ഒരു പങ്ക് ചോദിച്ചതിനാ ഇവളീ കാണിക്കുന്നതൊക്കെ. അയ്യേ, നാണക്കേട്. അതില്ലാത്തത് ഇവൾക്കാ മുത്തശ്ശി. ആട്ടെ, നിങ്ങളുടെ രണ്ടാളുടെയും പേരെന്താ? നിങ്ങൾ എവിടുത്തെ കുട്ടിയോളാ? ഞാൻ കല്യാണി, ഇത് ആദിദേവ്, ഞങ്ങള് ചെരക്കലയാ. ആഹാ, ചെറുക്കലെ കുട്ടിയോളാ? അത് കൊള്ളാം. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്? അതെ മുത്തശ്ശി, ഞാൻ ഇവിടെ ഇല്ല, പുറത്താ. കഴിഞ്ഞ ആഴ്ച നാട്ടിൽ വന്നതേ ഉള്ളൂ.
ഞാൻ പിന്നെ അധികം അമ്പലത്തിലേക്ക് വരാറില്ല. എന്റെ അനിയത്തി വരും കേട്ടോ, അവളിവിടുത്തെ സ്ഥിര സന്ദർശകയാ. ആ അമ്മൂട്ടിയല്ലേ, എനിക്കറിയാം. ആ, അവളും എന്റെ ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു. അവർ രണ്ടാളും ദാ അങ്ങോട്ടേക്ക് പോയി. ആ ശരി എങ്കി മുത്തശ്ശി, ഞങ്ങളും എങ്കി ഇറങ്ങട്ടെ. ഒന്ന് നിന്നേ. എന്താ മുത്തശ്ശി? നിങ്ങളുടെ രണ്ടാളുടെ നക്ഷത്രം ഏതാ? എന്റെ നക്ഷത്രം പൂയം, ഇവന്റേത് പുണർത്. ആഹാ, അപ്പോൾ ചേരേണ്ടവര് തന്നെയാണല്ലോ. സാക്ഷാൽ ശ്രീരാമന്റെയും സീതാദേവിയുടെ നക്ഷത്രമാണല്ലോ. എങ്കി ഞങ്ങള് പോകുന്നു മുത്തശ്ശി. ആ മുത്തശ്ശി പറഞ്ഞത് നീ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാനെന്തിനു വിശ്വസിക്കണം? ആഹാ, അതെന്താ? ഓ പിന്നെ, ശ്രീരാമന്റെ സീതയുടെ നക്ഷത്രത്തിൽ ജനിച്ചു എന്നും പറഞ്ഞ് അവർ ഒന്നിക്കണമെന്നുണ്ടോ? അത് മാത്രമല്ല, എനിക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു രാമനെയല്ല, മറിച്ച് സീതനെ അടിച്ചുകൊണ്ട് പോകുന്ന രാവണനെയാണ്. എന്റെ രാവണൻ എവിടെയോ ഉണ്ട്. ഈ കഥയിലെ രാമനും രാവണനും ഈ ഞാൻ തന്നെയാ. എന്താ പറഞ്ഞേ? ഓ, ഒന്നും പറഞ്ഞില്ല. സീത നടക്ക്.